ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ആ കഥ എങ്ങനെയാണ്, ഒരു ഉറുമ്പ് പുൽച്ചാടിയോട് പറയുകയാണ്, നീ ഇങ്ങനെ പാട്ട് പാടിയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല, നീ പണിയെടുക്കണം, അല്ലെങ്കിൽ ഇനി മഞ്ഞുകാലമാണ്, അപ്പോൾ നമുക്ക് ആഹാരം ശേഖരിക്കാൻ നിനക്ക് ആഹാരം ശേഖരിക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ പുൽച്ചാടി ഇതൊക്കെ കളിയാക്കി വിടുകയാണ് ഈ ഉറുമ്പിനെ. അവസാനം ഈ മഞ്ഞുകാലമായി എല്ലാവരും ആഹാരമൊക്കെ ശേഖരിച്ച് വീട്ടിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ പുൽച്ചാടി വീട്ടിൻ്റെ വെളിയിൽ വന്ന് പറയുകയാണ്, അല്ലയോ ഉറുമ്പേ, എനിക്ക് കുറച്ച് ആഹാരം തരണം. ഉറുമ്പ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിനക്ക് പറഞ്ഞതല്ലേ പാട്ട് പാടി നടക്കാതെ ജോലി ചെയ്യാൻ, അപ്പോൾ നീ എന്നെ കളിയാക്കി വിട്ടു. ഇത് ഞാൻ പറയുന്നത് നിങ്ങളോട് കൂടെയാണ്. ചിലരുണ്ട് എനിക്ക് ഇന്ന കഴിവ് ഉണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിച്ച് നടക്കും. ദൈവം നമുക്ക് ഓരോരോ കഴിവുകൾ തരുന്നത് ശരി തന്നെയാണ്. ആ കഴിവുകൾക്കനുസരിച്ചുള്ള ജോലി ഒന്നെങ്കിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ജോലിക്ക് പോവുക എന്നതാണ് പ്രധാനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിക്കുക താങ്കൾ എന്ത് ചെയ്യണം? ആ പാട്ട് പാടാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒരു ടീച്ചറാവാൻ പറ്റും, പാട്ട് ടീച്ചറോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പടം വരയ്ക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, പടം നിങ്ങൾക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പടം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ടീച്ചറാവാം. നിങ്ങൾ പാചകത്തിൽ നല്ല മികച്ച ഒരാളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ കടകളിൽ ലഡുവോ ജിലേബിയോ കൊടുത്ത് അതിൽ നിന്ന് പൈസ സമ്പാദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തുക എന്നത് ഒന്നാമത്തെ. അല്ലെങ്കിൽ കിട്ടുന്ന ജോലിക്ക് പോവുക എന്നതാണ് പ്രധാനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.